ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെ E-15 സ്ട്രൈക്ക് ഈഗിൾ തകർത്തതോടെ യുദ്ധത്തിന്റെ ഗതിയെല്ലാം മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, യുദ്ധത്തിന്റെ രീതിയെല്ലാം ഇപ്പോൾ മാറുകയാണ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇറാന്റെ വ്യോമ മേഖല അത്രമാത്രം സുഖകരമല്ല, സേഫ് അല്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അമേരിക്ക യുദ്ധത്തിന്റെ ഗതി മാറ്റുകയാണ്. ബ്ലൂംബർഗ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് US പ്രിപ്പയറിംഗ് ടു യൂസ് മെജോറിറ്റി ഓഫ് ഇറ്റ്സ് സ്റ്റെൽത്ത് മിസൈൽ ഇൻ ദി വാർ വിത്ത് ഇറാൻ എന്നാണ്. ഇറാനോടൊപ്പമുള്ള യുദ്ധത്തിൽ സ്റ്റെൽത്ത് ക്രൂസ് മിസൈലുകൾ ഉപയോഗിക്കാനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത്. എന്തിനാണ് സ്റ്റെൽത്ത് മിസൈലുകൾ ഉപയോഗിക്കുന്നത്? പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാതിരിക്കാനാണ്. യുദ്ധവിമാനങ്ങളല്ല, ഒരു മിസൈൽ പോലും സ്റ്റെൽത്ത് ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് എങ്കിൽ അത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ശക്തമായി എന്നതിന്റെ സൂചനയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, അമേരിക്കയുടെ ക്രൂസ് മിസൈൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റെൽത്ത് ക്രൂസ് മിസൈൽ ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇവിടെയാണ്. ഇതുവരെ അമേരിക്ക ഉപയോഗിച്ചിരുന്നത് AGM-158 ജാസം മിസൈലുകളാണ് എന്ന് പറഞ്ഞ് ലെയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ, അതായത് യുദ്ധവിമാനങ്ങളിൽ നിന്നും സർഫേസിലേക്ക് ഉപയോഗിക്കുന്ന, ഗ്രൗണ്ടിലേക്ക് ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ജാസം ഇനത്തിൽപ്പെട്ട മിസൈലുകളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു ER കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഇപ്പോൾ അമേരിക്ക പുതിയ മിസൈലായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ER എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എക്സ്റ്റൻഡഡ് റേഞ്ച് എന്നാണ്. നിലവിലുണ്ടായിരുന്ന മിസൈലുകൾ ഇപ്പോൾ ഇതുവരെ അമേരിക്ക ഉപയോഗിച്ചിരുന്നത് 250 മൈൽ ദൂരത്തേക്ക് സഞ്ചരിക്കാൻ പറ്റിയ ജാസം ക്രൂസ് മിസൈലുകളായിരുന്നു. എന്നാൽ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഏകദേശം 600 മൈൽ, ഏകദേശം 1000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന മിസൈലുകളാണ്. എന്തിനാണ് ഇങ്ങനെ എക്സ്റ്റൻഡഡ് റേഞ്ച് മിസൈലിലേക്ക് അമേരിക്ക മാറിയത്? എവിടെയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ട്രംപ് ഭയന്നോടുകയാണ്. അമേരിക്ക ആ ഒരു ആക്രമണത്തിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ചതോടുകൂടെ കാര്യങ്ങൾ അമേരിക്കൻ സൈനികരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ മിസൈൽ ഉപയോഗിക്കുന്നതോടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇറാന്റെ ബോർഡറിലേക്ക് കടക്കാതെ തന്നെ ആക്രമിക്കാൻ സാധിക്കും. കാരണം 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളാണ് യുദ്ധവിമാനങ്ങളിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് അയക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറാന്റെ വ്യോമ മേഖല ഉപയോഗിക്കാതെ ആക്രമിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെയുള്ള അമേരിക്കയുടെ വലിയ പ്രശ്നം, ഈ മിസൈലിന് $1.5 മില്യൺ ആണ് ഇതിന് ഒരു മിസൈലിന് വില വരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ നിലവിൽ അമേരിക്ക ഉപയോഗിച്ചിരുന്ന മിസൈലുകൾ ജാസം മിസൈലുകൾ തന്നെയാണ്. പക്ഷേ ആ മിസൈലുകൾ 250 റേഞ്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മിസൈലുകൾ പരമാവധി അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിൽ, അതായത് അമേരിക്ക കരുതലിന് വേണ്ടി വെച്ചിരുന്ന മിഡിൽ ഈസ്റ്റിൽ എന്നല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കരുതൽ സൂക്ഷിപ്പായി വെച്ചിരുന്ന മിസൈലുകളെല്ലാം ഇപ്പോൾ ഈ ആക്രമണത്തിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കുകയാണ് എന്ന വാർത്തയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ 250 റേഞ്ചുള്ള ജാസമും അതുപോലെ തന്നെ 1000 കിലോമീറ്റർ റേഞ്ചുള്ള ജാസം, ഈ രണ്ട് മിസൈലുകളും ചേർത്ത് വെക്കുമ്പോൾ അമേരിക്കയുടെ ഏകദേശം 2 ഭാഗവും ഇപ്പോൾ ഉപയോഗിച്ച് തീർത്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ബ്ലൂംബർഗ് ആണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ കണക്കുകൾ പ്രകാരം ഈ പറയപ്പെടുന്ന ER മിസൈലുകൾ, ജാസം ER മിസൈലുകൾ, എക്സ്റ്റൻഡഡ് റേഞ്ച് മിസൈലുകൾ പോലും ഏകദേശം 450 മിസൈലുകളാണ് അമേരിക്കക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ്. ഇതെല്ലാം ഉപയോഗിച്ച് എത്ര ദിവസം ഇറാന് മുന്നിൽ യുദ്ധം പിടിച്ചു നിൽക്കാൻ അമേരിക്കക്ക് കഴിയുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. യഥാർത്ഥത്തിൽ 1 മാസം യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു അമേരിക്ക ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഇറാൻ ആധിപത്യം സ്ഥാപിക്കുന്നു, അമേരിക്ക പിൻവാങ്ങുന്നു. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥമായ ഒരു തെളിവാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ലക്ഷ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ലക്ഷ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അവരുടെ ആണവ ഫെസിലിറ്റികളാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ റെജീം ചേഞ്ച് ആയിരുന്നു ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് പോയി ഹോർമുസ് കടലിടുക്ക് പ്രധാന ലക്ഷ്യമായി മാറുന്നു. ഇപ്പോൾ അതും കഴിഞ്ഞ് അമേരിക്കയുടെ പൈലറ്റ് പ്രധാന ലക്ഷ്യമാകുന്നു. ഇങ്ങനെ ഇറാൻ ആക്രമണം നടത്തുന്നതോടുകൂടെ അമേരിക്കയ്ക്ക് ലക്ഷ്യങ്ങൾ കൂടി വരികയാണ്. ഇത് യുദ്ധത്തിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ അമേരിക്ക തളർന്നു പോകുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇറാൻ ഇതെല്ലാം വെൽ പ്ലാനഡ് ആയിട്ടാണ് ഈ യുദ്ധം നിയന്ത്രിക്കുന്നത്. ഈ യുദ്ധത്തെ മുൻകൂട്ടി കൊണ്ട് തന്നെ ഇറാൻ ഇതിനെയെല്ലാം ഇറാൻ വളരെ നേരത്തെ തന്നെ യഥാർത്ഥത്തിൽ ഈ പദ്ധതികളെല്ലാം, ഈ യുദ്ധത്തിന്റെ എല്ലാ നീക്കങ്ങളെയും
ഇറാൻ വളരെ മുമ്പ് തന്നെ ആസൂത്രണം ചെയ്തതായിരുന്നു എന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്.